ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. സംവിധായകന്റെ പേര് പോലെ തന്നെ നീളമേറിയ ടൈറ്റിലുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമ എന്ന പേരിലാണ് ഇന്ന് മെയ് 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജേഷ് മാധവൻ, ഒപ്പം തന്നെ ചിത്ര, കൂടാതെ സുധീഷ് തുടങ്ങിയവർ അഭിനയിച്ച ഹൃദയഹാരിയായ പ്രണയകഥ. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു മുഴുനീള റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമ എന്ന പ്രതീക്ഷ എല്ലാം തന്നെ പോകുകയാണെങ്കിൽ തികച്ചും നിരാശയായിരിക്കും ഫലമെന്നാണ് ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യ ഷോയ്ക്ക് ശേഷം വരുന്ന തിയേറ്റർ റെസ്പോൺസിൽ നിന്ന് സിനിമ പോസിറ്റീവ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിരൂപകരിൽ നിന്ന് സിനിമ ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായം എല്ലാം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ എക്സ്പെരിമെന്റൽ സിനിമയുടെ അതേ ശൈലിയിൽ പോകുന്ന ഒരു കഥയാണ് ഈ സിനിമയുടേത് എന്നാണ് സിനിമയെക്കുറിച്ച് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ടൊരു കോമഡി, പക്ക കോമഡി സിനിമയൊക്കെ പ്രതീക്ഷ പോകുന്നവരെ തികച്ചും നിരാശപ്പെടുത്താനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇനി സിനിമയിലെ പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ടെക്നിക്കൽ മികവ്, മേക്കിംഗ് ക്വാളിറ്റി എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു. മ്യൂസിക് മികച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ അഭിനേതാക്കളുടെ പ്രകടനം, പ്രത്യേകിച്ച് സുധീഷ് എല്ലാം തന്നെ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നു എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഒപ്പം എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് കൂടിയായ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ഗസ്റ്റ് കാമിയോ റോളിൽ എത്തുന്നുണ്ട്. ആ കഥാപാത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ സിനിമ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിൽ എത്രത്തോളം സക്സസ് ആകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതറിയാൻ കാത്തിരിക്കൂ.